വിദ്യാലയങ്ങളിലെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയുവാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചും വിശദമായ മാർഗ്ഗരേഖ എല്ലാ വിദ്യാലയങ്ങളിലും നൽകിയിരിക്കുകയാണ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, അധ്യാപകരെ ശക്തമാക്കുന്നതിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ സ്കൂളിൽ ക്യാമ്പസിലേക്ക് എത്തുന്നതിന് ജാഗ്രത പുലർത്തുന്നതിന് രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും രക്ഷകർത്താ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാതലായ പരിരക്ഷ, സുരക്ഷ, പങ്കാളിത്തം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി സ്കൂൾ തലത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചെറു വീഡിയോകൾ, ഹ്രസ്വചിത്രങ്ങൾ, റീലുകൾ എന്നിവ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി മുഖേന തയ്യാറാക്കി എല്ലാ സ്കൂളുകളിലും നൽകിയിട്ടുണ്ട്. സർ, ഇതുകൂടാതെ ഇവിടെ സൂചിപ്പിച്ചത് മുഖ്യമായിട്ടും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഇപ്രാവശ്യം ഇറങ്ങിയ സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഞാൻ സഭയുടെ മുന്നിൽ കാണിക്കുകയാണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള അറബിക് റീഡർ സ്റ്റാൻഡേർഡ് 7 അതിലും പാഠപുസ്തകത്തിൽ സാർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 ഭാഗം 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാർ, അടിസ്ഥാന ശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേക്ക് തരാം ഇതല്ല വായിക്കാൻ. ജീവശാസ്ത്രം സ്റ്റാൻഡേർഡ് 9 അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞൊരു ലഘുലേഖ എല്ലാ വിദ്യാർത്ഥികളിലും വീട്ടുകാർക്ക് എത്തിച്ചിട്ടുണ്ട്. തെളിവാനം വരയ്ക്കുന്നവർ എന്ന് പറഞ്ഞ വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഒരു ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്. സർ, ഈ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ശക്തമാക്കി തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.